ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. അയൻ, ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ആൽബിൻ്റെ ഒരു കുട്ടി എപ്പിസോഡിലേക്ക് നിങ്ങളേവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, സാധാരണ ആൽബിൻ്റെ എപ്പിസോഡ്സ് ആസ്ക്, ലേൺ ആൻഡ് ബിലീവ്. ആൽബിൻ്റെ എപ്പിസോഡ്സിൽ എന്നോടൊപ്പം 3-4 പേര് കാണും, കുട്ടികൾ അല്ലെങ്കിൽ യൂത്ത്. ഇത് നമ്മുടെ കൂടെ ആൽബിൻ്റെ എപ്പിസോഡിൽ വന്നിട്ടുള്ളതിൽ ഏറ്റവും കുഞ്ഞാളാണ്, പ്രായം കൊണ്ട് ഏറ്റവും ചെറുതാണ്. ഇത് അയൻ. എനിക്ക് അയനെ പരിചയം ടൗൺസ്വില്ലിൽ, ഓസ്ട്രേലിയയിലെ ടൗൺസ്വിൽ ഇടവകയിൽ ധ്യാനം നടന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത്, ഫ്രണ്ട് ബെഞ്ചിൽ വന്നിരിപ്പുണ്ട്. ഫ്രണ്ട് ബെഞ്ചിൽ വന്ന് ബൈബിളൊക്കെ ആയിട്ട് വന്നിരിക്കും. ഞാൻ പറയുന്ന അയൻ, ഞാൻ പറയുന്ന എല്ലാ ഭാഗവും എടുക്കും. ഇനി ഏതെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കും. പലതിൻ്റെ ഉത്തരം, ആളുകൾക്കറിയാത്ത പലതിൻ്റെ ഉത്തരം അയൻ പറഞ്ഞു. ഞാൻ ശരിക്കും അയനെ ഓരോ ദിവസം ധ്യാനത്തിന് കാണുമ്പോൾ പ്രാർത്ഥിക്കുകയായിരുന്നു, കർത്താവെ ഇങ്ങനെ തന്നെ വളർന്നു വരട്ടെ എന്ന്. അപ്പോൾ ഞാനിങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞു. എന്നാൽ പിന്നെ അയൻ്റെ പേരൻസിനോട് ഞാൻ പറഞ്ഞു, അയനെ വെച്ചുകൊണ്ട് ആൽബിൻ്റെ ഒരു എപ്പിസോഡ് ചെയ്തേക്കാം. സോ അയൻ, വെൽക്കം ടു ആൽബ്. ഇത് ആൽബ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമാണ്. ആൽബ്, ALB. ആൻഡ് ആൽബ് ഈസ് എ ഷോർട്ട് ഫോം ഓഫ് ആസ്ക്, ലേൺ ആൻഡ് ബിലീവ്. You can ask something, then I will teach something. You have to learn along with me. Finally, we must believe. Ask, learn and believe. കിട്ടിയോ? ഓക്കെ, ആദ്യം അയനൊന്ന് പരിചയപ്പെടുത്തി. അയനെ, എൻ്റെ പേര് അയാൻ. എൻ്റെ വീട്ടിലില്ലേ അപ്പയും അമ്മയും എൻ്റെ ബ്രദറും പിന്നെ സിസ്റ്ററും പിന്നെ അമ്മച്ചിയും ഉണ്ടായിരുന്നു. ഇത്രയും പേരുണ്ട് വീട്ടിൽ. ഹാപ്പി ആയിട്ടൊക്കെ പോകുന്നു വീട്ടിൽ? ഹാപ്പി ആയിട്ട് പോകും. നാട്ടിൽ എവിടെയാണെന്ന് അറിയാമോ അയനെ? നാട്ടിൽ ഞാൻ കോതമംഗലത്തിലാണ്. കോതമംഗലത്താണ്. പോയിട്ടുണ്ടോ നാട്ടിൽ? ഉണ്ട്. ഇടയ്ക്ക് പോകാറുണ്ട്. ഇഷ്ടമാണോ നാട്ടിൽ പോകുന്നത്? നാട്ടിൽ പോകാൻ ഇഷ്ടമാണ്. ഓക്കെ അയൻ, നൗ ഇറ്റ്സ് യുവർ ടേൺ. യു ക്യാൻ ആസ്ക് മീ എനിത്തിങ്. എന്തെങ്കിലും ഒരു ഡൗട്ട് അയന് കുറേ കാലമായിട്ടുള്ളതോ അല്ലെങ്കിൽ പെട്ടെന്ന് തോന്നിയതോ ഒരു ഡൗട്ട് ചോദിച്ചു. ഈ വാട്ടർ എന്തിനാ വൈനിലേക്ക് മിക്സ് ചെയ്യണേ? എവിടെ വെച്ച്? ഈ കുർബാനയിൽ വെച്ച്. കുർബാനയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചാലിസ് അല്ലേ, കാസയിലോട്ട് വാട്ടർ ആദ്യം എന്താ ഒഴിക്കുന്നത്? വൈൻ ഒഴിച്ചിട്ട് പിന്നെ എന്തും കൂടെ ചേർക്കും അച്ഛൻ? വാട്ടറും കൂടെ ചേർക്കും. വാട്ടർ എന്തിനാണ്? വാട്ടർ അധികം ക്വാണ്ടിറ്റി ഉണ്ടോ? ഇല്ല, വളരെ കുറച്ച്, ചെറിയൊരു ഡ്രോപ്പ് ആഡ് ചെയ്യും. അതെന്തിനാണത്? വെറുതെ ഞാൻ ചോദിക്കട്ടെ, അയൻ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? എന്തായിരിക്കും ഗസ് വർക്ക്? അയനൊരു ഗസ് വർക്ക്. എന്തിനായിരിക്കും വാട്ടർ ആഡ് ചെയ്യുന്നത്? എന്തായിരിക്കും ഇതിൻ്റെ കാരണം? എന്തെങ്കിലും ഗസ് വർക്ക്? എനി ക്ലൂ? ബ്രെഡ് ഡിപ്പ് ചെയ്യാനായിട്ട് അതിനകത്തേക്ക്. ബ്ലഡ് ഡിപ്പ് ചെയ്യാനോ? അല്ല, ബ്രെഡ് ഡിപ്പ് ചെയ്യാനുള്ള സൗകര്യത്തിന് കുറച്ചുകൂടെ വെള്ളം കൂടെ വെക്കുമ്പോൾ കുറച്ചുകൂടെ ക്വാണ്ടിറ്റി കൂടുമല്ലോ, അതുകൊണ്ടാണോ? ഓക്കെ, ഫൈൻ, ദാറ്റ്സ് നൈസ് ആൻസർ. ഓക്കെ, സിമ്പിൾ ആൻസർ. പിന്നെ വേറെ ഈ കാരണങ്ങൾ ഞാൻ പറയട്ടെ. ഫസ്റ്റ് കാരണം അറിയാമോ? ഒരു ക്ലൂ തരട്ടെ, ഞാൻ കണ്ടുപിടിക്കാൻ നോക്കിക്കേ. ക്രോസിലോട്ട് നോക്കിക്കേ. ക്രോസിൽ എന്തെങ്കിലും അതുമായിട്ട് സിമിലറായിട്ട് നമ്മൾ കാസയിൽ വൈൻ ആൻഡ് വാട്ടർ ആഡ് ചെയ്യുന്നു. സംതിങ് സിമിലർ ഈശോയുടെ കുരിശുമരണത്തിൻ്റെ നേരത്ത് വരെ നടന്നായിരുന്നു. കുരിശുമരണം, ഈശോ മരിച്ചു കഴിഞ്ഞിട്ട് ചോര വന്നു. പിന്നെ വിയർപ്പുണ്ട്. ദെൻ ഈശോയുടെ നെഞ്ചിലേക്ക് ഒരാൾ കുന്തം കുത്തിയില്ലേ, ഒരു പടയാളി. കുന്തം കുത്തിയപ്പോൾ അവിടെ നിന്ന് എന്താ വന്നേ? ബ്ലഡ് ആൻഡ് വാട്ടർ വന്നു അല്ലേ? ബ്ലഡ് ആൻഡ് വാട്ടർ കെയിം ഫ്രം ദ സൈഡ് ഓഫ് ജീസസ്. അപ്പോൾ നമ്മളിത് ഒഴിക്കുമ്പോൾ എന്താ അർത്ഥം? ഒന്നാമത്തെ അർത്ഥം, ഇത് ഒഴിക്കുമ്പോൾ ഒരു പ്രാർത്ഥന ചെല്ലുന്നുണ്ടേ. അച്ഛനൊരു പ്രാർത്ഥനയല്ലേ ഒഴിക്കുന്നത്? എന്നറിയാമോ? ഇങ്ങനെയാണ് പറയുന്നത്: പടയാളികളിലൊരുവൻ കുന്തം കൊണ്ട് അവിടുത്തെ തിരുവിലാവിൽ കുത്തി. തിരുവിലാവ് മീൻസ് സൈഡ്. തിരുവിലാവിൽ കുത്തി. ഉടനെ അവിടെ നിന്ന് രക്തവും വെള്ളവും ഒഴുകി. അത് കണ്ട ആൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. ആളുടെ സാക്ഷ്യം സത്യവുമാകുന്നു. വെള്ളം വീഞ്ഞിനോടും വീഞ്ഞ് വെള്ളത്തോടും കലർത്തപ്പെടും. അപ്പോൾ ഫസ്റ്റ് കാരണം എന്താ? ഈശോയുടെ സൈഡിൽ നിന്ന് എന്ത് വന്നു? പടയാളി കുന്തം കൊണ്ട് കുത്തിയപ്പോൾ എന്ത് വന്നു? ചോര, ബ്ലഡ് ആൻഡ് വാട്ടർ. അതുപോലെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? വൈൻ ആൻഡ് വാട്ടർ. അത്രേ ഉള്ളൂ. ഒരു കാരണം കിട്ടിയില്ലേ? കിട്ടി. ഇസ് ദാറ്റ് ക്ലിയർ? ഫൈൻ. സെക്കൻഡ് കാരണം അറിയാമോ? ജീസസ് ഈസ് ഗോഡ് ആൻഡ് മാൻ. ഈശോ ദൈവവുമാണ്, ഈശോ ദൈവമാണ്, മനുഷ്യനുമാണ്. ഈശോ ദൈവമാണ്, മനുഷ്യനുമാണ്. ദാറ്റ് മീൻസ് ഹി ഹാസ് ഗോട്ട് ഡിവിനിറ്റി. ഡിവിനിറ്റി മീൻസ് ഗോഡ്. ഹി ഹാസ് ഗോട്ട് ഹ്യൂമാനിറ്റി. മനുഷ്യനാണ്. ഇത് രണ്ടും ഇങ്ങനെ ഇൻസെപ്പറബിൾ ആണ്. എന്ത്? ഡിവിനിറ്റിയും ഹ്യൂമാനിറ്റിയും. അപ്പോൾ ബ്ലഡ്, ഈ വൈനും വാട്ടറും ചേർക്കുമ്പോൾ എന്നാ അർത്ഥം അറിയാമോ? ദ ഡിവിനിറ്റി ആൻഡ് ഹ്യൂമാനിറ്റി ഓഫ് ജീസസ്. ആണ്. അത് രണ്ടും ബ്ലെൻഡ് ചെയ്യപ്പെടുന്നു. ഇൻസെപ്പറബിൾ ആണ്. അതാണ് രണ്ടാമത്തെ അർത്ഥം. കിട്ടിയോ? നോക്കട്ടെ, റിവിഷൻ ടൈം. രണ്ടർത്ഥം പറഞ്ഞേ.
ആദ്യത്തെ അർത്ഥം എന്താ? ബ്ലഡിലേക്ക് വാട്ടർ ചേർക്കുമ്പോൾ ആദ്യത്തെ അർത്ഥം എന്താ? ഇങ്ങനെ കണ്ടിട്ടില്ല ഇങ്ങനെ പടയാളി? അത് തന്നെ, സോഡ് പോലത്തെ വേറെ സാധനം, ലോങ് വൺ അല്ലേ? അത് കുത്തിയപ്പോൾ എന്ത് വന്നു? ചോരയും വെള്ളവും ഒഴിയും. ചോരയും വെള്ളവും വന്നു. അതുപോലെ നമ്മള് അതാണ് ഒരു കാരണം. രണ്ടാമത്തെ കാരണം എന്താ? ഈശോ അറ്റ് ദ സെയിം ടൈം ഈശോയും ഹ്യൂമാനിറ്റിയും പിന്നെ ഗോഡ് അത് നമ്മൾ ഡിവിനിറ്റി. ഹീസ് ഗോഡ് ആൻഡ് ഹീസ് മാൻ. രണ്ടും ഒരാളിലുണ്ട്, ഈശോയിലുണ്ട്. അത് രണ്ടും കാണിക്കാൻ വേണ്ടിയിട്ട് എന്ത് തമ്മിൽ ബ്ലെൻഡ് ചെയ്യുന്നു? വാട്ടറും വൈൻ. ബ്ലഡ് എന്തിനാണ് കാണിക്കുന്നത്? ഈശോയുടെ ഡിവിനിറ്റി. ജീസസ് ഇസ് ഗോഡ്. വാട്ടർ എന്തിനാണ് കാണിക്കുന്നത്? ഹ്യൂമാനിറ്റി. എക്സാക്ട്ലി. മിടുക്കൻ, നന്നായിട്ടാണ് പോകുന്നത് കേട്ടോ. രണ്ടെണ്ണം കഴിഞ്ഞു. മൂന്നാമത്തെ കാരണം അറിയാമോ? ജീസസ് ആൻഡ് ഹിസ് ചർച്ച്, സഭ. ഈശോയും സഭയും ഒന്നാണ്. ഈശോയും സഭയും ഒന്നാകുന്നു. നാലാമത്തത് ജൂയിഷ് പ്രാക്ടീസ് ഉണ്ട് പണ്ട് തൊട്ടേ, ഡൈല്യൂട്ട് ചെയ്യുന്നതാണ്. ഈ വൈനിൽ വെള്ളം ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്യുന്ന രീതി പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു. അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. നാലാമത്തെ കാരണം, പണ്ട് തൊട്ടേ അങ്ങനെ ഒരു പ്രാക്ടീസ് ഉണ്ട്. വൈനിൽ വെള്ളം ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്യുന്ന രീതി, അത് ഈ ജൂയിഷ് പ്രാക്ടീസ് ഉണ്ട്. സഭയിലും പണ്ട് തൊട്ടേ ആ രീതി ഉണ്ടായിരുന്നു. ദാറ്റ്സ് എ ട്രഡീഷൻ ദാറ്റ് വി കണ്ടിന്യൂ. നാലാമത്തെ കിട്ടിയ നോക്കിക്കേ, എന്തുകൊണ്ടായിരിക്കും വീഞ്ഞിൽ വെള്ളം ചേർക്കുന്ന? നാലാമത്തെ കാരണം, പണ്ട് തൊട്ടേ എന്ത് ശീലമുണ്ട്, എന്ത് രീതിയുണ്ട്? ഒരു പ്രാക്ടീസ് ഉണ്ട്. എന്ത് പ്രാക്ടീസാണ് ഉള്ളത്? വൈനിൽ വാട്ടർ ഒഴിച്ചിട്ട് എന്ത് ചെയ്യും? ഡൈല്യൂട്ട് ചെയ്യും. അത് നമ്മൾ കണ്ടിന്യൂ ചെയ്തു. അത് ട്രഡീഷനിലുണ്ട്. 4 കിട്ടി. അഞ്ചാമത്തെ കൂടെ പറഞ്ഞ് നിർത്തിയാലോ? അഞ്ചാമത്തെ ഭയങ്കര സിമ്പിൾ. അത് അയൻ ഇനി എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യണം. അപ്പം പിന്നെ അയൻ എന്നറിയാമോ? ഈ വൈൻ സിഗ്നിഫൈസ് ദ സാക്രിഫൈസ് ഓഫ് ജീസസ്. വൈൻ ഈശോയുടെ ബലിയെ സൂചിപ്പിക്കുന്നു. വൈൻ ഈശോയുടെ ബലിയെ, സാക്രിഫൈസിന്. വാട്ടറോ എൻ്റെ പ്രാർത്ഥനകളെ, എൻ്റെ ബലിയെ. നമുക്ക് സങ്കടമൊക്കെ വരത്തില്ലേ? അതിനിടയ്ക്കിടയ്ക്ക് സങ്കടം വരത്തില്ലേ? അതിനിടയ്ക്ക് ടെൻഷനൊക്കെ വരത്തില്ലേ? പഠിത്തമൊക്കെ വരുമ്പോൾ ടെൻഷൻ വരത്തില്ലേ? അല്ലേ? ചിലപ്പോൾ അപ്പ അമ്മ വഴക്ക് പറയുമ്പോൾ ഒരു സങ്കടമൊക്കെ വരത്തില്ലേ? ഇടയ്ക്ക് കണ്ണൊക്കെ നിറയത്തില്ലേ? ഈ സങ്കടമൊക്കെ എവിടെ വെക്കണം? ഇത് വൈൻ എന്താ? ഈശോയുടെ ബലി. വാട്ടർ എന്താ? അയൻ്റെ ബലി. അയൻ അതും കൂടെ ചേർക്കണം. അപ്പോൾ ഈശോയുടെ ബലിയോട് അയൻ്റെ പ്രാർത്ഥനയും അയൻ്റെ കണ്ണീരും എൻ്റെ ബലിയും ഒക്കെ ചേർക്കുന്നതാണ് ഇത്. ഡൈല്യൂട്ടിങ് യുവർസെൽഫ് വിത്ത് ജീസസ്. ഈശോയിൽ ഒന്നാകുകയാണ്. നോക്കട്ടെ, 5 എണ്ണത്തിൽ എത്ര എണ്ണം കിട്ടിയെന്ന് നോക്കട്ടെ. ഒന്നാമത്തെ അർത്ഥം എന്താ? എന്തിനാണ് നമ്മൾ വീഞ്ഞിൽ വെള്ളം ചേർക്കുന്നത്? ഒന്നാമത്തെ അർത്ഥം എന്തായിരുന്നു? ഈശോയുടെ സൈഡില് കുന്തം കുത്തി. കുന്തത്തിന്റെ കുഴപ്പമാണ്, കുന്തം കൊച്ചിന് മനസ്സിലാകത്തില്ല, സാറില്ല. കുന്തം കൊണ്ട് കുത്തി. അപ്പോൾ എന്ത് വന്നു? അതാ പ്രധാനപ്പെട്ടത്. എന്ത് വന്നു? ചോരയും വാട്ടറും വന്നു. അപ്പോൾ അത് സിഗ്നിഫൈ ചെയ്യുന്നുണ്ട് നമ്മൾ കുർബാനയിൽ ഇത് ചെയ്യുന്നത്. രണ്ടാമത്തത്, ഈശോയ്ക്ക് എന്തുണ്ട്? ഈശോ അതാണ് ഇതുമാണ്. അപ്പോൾ അത് രണ്ടും ഏതൊക്കെയാണ്? ഹ്യൂമാനിറ്റിയും ഗോഡും. ഹ്യൂമാനിറ്റിയും, ഹീസ് ഹ്യൂമൻ ആൻഡ് ഹീസ് ഗോഡ്. അതിന് പറയുന്നത് ഡിവിനിറ്റി ആൻഡ് ഹ്യൂമാനിറ്റി. അത് രണ്ടും ബ്ലെൻഡ് ചെയ്യപ്പെടുന്നു. ആരില്? ഈശോയിൽ. അത് കാണിക്കുന്നു. മൂന്നാമത്തെ എന്താ? ഈശോയും പിന്നെ ഒന്നും കൂടെ ഒന്നാകുന്നതിനെ കാണിക്കുന്നു. എന്താ? ഈശോയും സഭയും. ജീസസ് ആൻഡ് ഹിസ് ചർച്ച് വൺ ആൻഡ് ദ സെയിം ആകുന്നു. ഓരോ കുർബാനയിലും അത് നടക്കുകയാണ്. കിട്ടുന്നുണ്ടോ? ഫൈൻ. നാലാമത്തത്, പണ്ട് തൊട്ടേ ഒരു രീതി ഉണ്ടായിരുന്നു. എന്ത്? പ്രാക്ടീസ് ഉണ്ടായിരുന്നു. എന്തായിരുന്നു ആ പ്രാക്ടീസ്? വൈനിൽ എന്ത് ചേർക്കും? വാട്ടർ ചേർക്കും. എന്തിന്? വൈനെ ഡൈല്യൂട്ട് ചെയ്യാൻ. അത് ആദ്യമേ തൊട്ടേ ഉള്ളൊരു ശീലമായിരുന്നു. അപ്പം 4 കഴിഞ്ഞു. അഞ്ചാമത്തെ ഒരെണ്ണം ഞാൻ പറഞ്ഞു, അതിനി എല്ലാ ദിവസവും ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം, ഓരോ കുർബാന അർപ്പിക്കുമ്പോൾ ഓർക്കണം എന്നൊക്കെ പറഞ്ഞു. അതെന്നെ നോക്കട്ടെ, ഓർമ്മയുണ്ടോ നോക്കട്ടെ. അതെന്താ? വൈൻ സിഗ്നിഫൈസ് എന്ത്? ഈശോയുടെ ബലി, ഈശോയുടെ സാക്രിഫൈസ്. വെള്ളം എന്താ? എൻ്റെ പ്രാർത്ഥനയും എൻ്റെ സങ്കടവും എല്ലാം എന്താണ്? അതെന്താണ്? ഡ്രോപ്പ് ഓഫ് വാട്ടർ. അത് എങ്ങോട്ട് ചേർക്കും നമ്മൾ ഓരോ കുർബാനയിലും? ഈ വൈനകത്ത് മിക്സ് ചെയ്യും. അപ്പം എന്താ വെച്ചാൽ ആരോട് ചേർക്കും? ഈശോയുടെ ബലിയോട് ചേർത്ത് വയ്ക്കും. കിട്ടിയോ? ഇനി വേറെ ഒരാൾ പഠിപ്പിക്കണം ഇത് കേട്ടോ. പഠിപ്പിക്കണം. ഓക്കെ അല്ലേ? ഓക്കെ. ഇവരോട് വല്ലതും പറയാനുണ്ടോ? അതിനെ കുറേ പേര് കാണുന്നുണ്ട്, അവരോട് വല്ലതും പറയാനുണ്ടോ? ഇനി വേറൊരാളെ പഠിപ്പിക്കണം, അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യണം. ഗുഡ്, മിടുക്കൻ. ഹൈ ഫൈ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഗുഡ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഓൾ.